മാധ്യമങ്ങളിലും മറ്റുമായി നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പക്ഷേ എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അല്ലെങ്കിൽ ഇതെന്തിനാണ് കൊണ്ടുവന്നത് എന്ന് പലർക്കും അറിയില്ല. എന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി ഒന്ന് നോക്കിയാലോ. ഇതിൻ്റെ എല്ലാം തുടക്കമെന്ന് പറയുന്നത് 2017 ഫെബ്രുവരി 17 സിനിമയിലെ തന്നെ ഒരു നടി ആക്രമിക്കപ്പെടുകയാണ്. അതും ഒരു നടനാലാണ് ഈ ഒരു നടിക്ക് ഇത്തരത്തിലൊരു ആക്രമണം നേരിടേണ്ടി വന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ നടികൾക്ക് ഒരു സംരക്ഷണം വേണമെന്ന രീതിയിൽ തന്നെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ്. ഈ കമ്മിറ്റി രൂപീകരിക്കുന്നത് 2017 മെയ്യോട് കൂടിയാണ്. ഇതിൻ്റെ പേര് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്നായിരുന്നു, അതായത് WCC എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്നാൽ ഈ ഒരു കമ്മിറ്റി കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇതിനു മേൽ മറ്റൊരു കമ്മിറ്റി, അല്ലെങ്കിൽ ഈ സിനിമാ രംഗത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അറിയണം എന്നൊരു ആവശ്യം ഉയർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ 2017 ജൂലൈ 1 ചലച്ചിത്ര നടികൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാനായി ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ്. എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ 3 അംഗങ്ങളായിരുന്നു ഈ ഒരു കമ്മിറ്റിയിലുണ്ടായിരുന്നത്. നടി ശാരദ, കൂടാതെ റിട്ടയർഡ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന പി വത്സലകുമാരി, കൂടാതെ റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ എന്നിവരായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഹേമ അധ്യക്ഷത വഹിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മിറ്റി അറിയപ്പെടുന്നത് ഹേമ കമ്മിറ്റി എന്നായിരുന്നു. അങ്ങനെ ഈ കമ്മിറ്റിയുടെ വ്യക്തമായ അന്വേഷണങ്ങൾക്കൊടുവിൽ ഈ കമ്മിറ്റി ഡിസംബർ 31, 2017 മുഖ്യമന്ത്രിക്ക് ഇവരുടെ വിശദ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. എന്നാൽ 2020 ഈ റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടരുതെന്ന് പറയുകയാണ്. അതിനുള്ള മറ്റൊരു കാരണമെന്ന് പറയുന്നത് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിരുന്നു, ഈ ഒരു റിപ്പോർട്ട് പല വ്യക്തികളും പറഞ്ഞ മൊഴികൾ അതുപോലെ തന്നെ എഴുതിയതുകൊണ്ട് തന്നെ പല സ്വകാര്യതകളും വെളിപ്പെടും. അത് ഈ മൊഴി തന്ന വ്യക്തികൾക്കും വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ആ സമയത്ത് പുറത്തുവിട്ടില്ല. അങ്ങനെ പിന്നീട് ഇതിൽ നിന്ന് വെട്ടിത്തിരുത്തി പുതുക്കിയ ഒരു റിപ്പോർട്ട് 2024 ജൂലൈ 8 വിവരാവകാശ കമ്മീഷൻ തന്നെ പുറത്തുവിടാൻ അനുമതി നൽകുകയാണ്. എന്നാൽ ഈ റിപ്പോർട്ട് ഉള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ചലച്ചിത്ര നിർമ്മാതാവ് 2024 ജൂലൈ 24 ഇതിനെതിരെ കോടതിയിൽ ഹർജി പോവുകയാണ്. എന്നാൽ അയാളുടെ ഹർജി 2024 ആഗസ്റ്റ് 13 കോടതി പിൻവലിക്കുകയാണ്. കാരണം ഇതിൽ അയാൾ പറയുന്ന രീതിയിൽ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട എന്ന് പറഞ്ഞ് കോടതി അത് അംഗീകരിച്ച് വിവരാവകാശ കമ്മീഷന് ആ റിപ്പോർട്ട് പുറത്തുവിടാൻ അനുമതി നൽകുകയാണ്. എന്നാൽ ഇതേ സമയം 2024 ആഗസ്റ്റ് 16 ഇതിൽ മൊഴി കൊടുത്ത ഒരു നടി തന്നെ പറയുകയാണ്, ഇത് വിശദമായി വായിച്ചറിഞ്ഞതിന് ശേഷമേ പുറത്തുവിടാവൂ. എന്നാൽ ഹൈക്കോടതി നടിയുടെ ഈ ഒരു ഹർജി പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല 2024 ആഗസ്റ്റ് 19 2:30 തന്നെ ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കുകയാണ്. ഇതേ സമയം നോക്കുകയാണെങ്കിൽ തന്നെ 300 പേജുകളുള്ള ഈ ഒരു റിപ്പോർട്ട് ഹൈക്കോടതി ഇറക്കിയിരുന്നത് 233 പേജുകൾ മാത്രമായിട്ടാണ്. അതിനുള്ള കാരണമായി അവർ തന്നെ പറയുന്നത് ഇതിൽ പലരുടെയും പേഴ്സണൽ ഇൻഫർമേഷൻ അഥവാ വ്യക്തിപരമായ പല കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ പല ഖണ്ഡികകളിൽ നിന്നും പല പേജുകളിൽ നിന്നും പല കാര്യങ്ങളും വെട്ടിക്കുറച്ച് ഒഴിവാക്കിയാണ് ഈ ഒരു റിപ്പോർട്ട് 233 പേജുകളായി ഇറക്കിയത്. ഇവർ തയ്യാറാക്കിയ ഈ ഒരു റിപ്പോർട്ട് പ്രധാനമായും എടുത്തു പറയുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ കാസ്റ്റിംഗ് കൗച്ച് തന്നെയാണ്. അതായത് ഇൻ്റർവ്യൂവിന് എന്നും മറ്റും പറഞ്ഞുകൊണ്ട് തന്നെ പല സ്ത്രീകളെയും വിളിച്ചു വരുത്തിക്കൊണ്ട് തന്നെ മാന്യതയില്ലാത്ത രീതിയിൽ പെരുമാറുന്ന ഒരു പ്രവണത സിനിമാ രംഗത്ത് കണ്ടുവരുന്നതെന്നാണ്. അതേപോലെ തന്നെ അതിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ ഒരു നടിമാരെല്ലാവരും തന്നെ രാത്രി റൂമിൽ വാതിലടച്ച് കിടക്കുമ്പോൾ പലരും വന്ന് കതകുകളിൽ മുട്ടാറുണ്ടെന്നും, കൂടാതെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഭയം കാരണം മാതാപിതാക്കളെയും കൂട്ടി വരെയാണ് നടിമാർ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്താറുള്ളത് എന്നും ഈ ഒരു റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇതേസമയം കേസിന് പോയാൽ സിനിമയിൽ നിന്ന് ഒഴിവാക്കുമോ അല്ലെങ്കിൽ മറ്റ് സൈബർ ആക്രമണങ്ങൾ തങ്ങൾക്ക് നേരിടേണ്ടി വരുമോ എന്ന് പേടിച്ചു പോലും പല നടിമാരും പല കാര്യങ്ങളും തുറന്നു പറയുന്നില്ല എന്നതാണ് സത്യം എന്ന് പോലും ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മുഴുവനായി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് നടികൾക്കെതിരെ നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങളും അവരെ താഴ്ത്തി കെട്ടുന്ന രീതിയിലാണ് ഈ ഒരു സിനിമാ രംഗത്തെ പല കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഒരു ഹേമ കമ്മിറ്റി പൂർണ്ണമായും കണ്ടെത്തിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ സിനിമാ രംഗത്തിൻ്റെ തലപ്പത്തായി ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും 13 അംഗങ്ങളാണ് ഇതിലുള്ളതെന്നും നടിമാർ ഇവർക്കെതിരെ ശബ്ദിച്ചാൽ ഈ സിനിമയിൽ നിന്ന് തന്നെ നടിമാരെ പൂർണ്ണമായും ബാൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. കൂടാതെ സിനിമാ രംഗത്ത് പല സ്ത്രീകളും ലൈംഗിക അധിക്ഷേപങ്ങളും ചൂഷണങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും ഇതിൽ പറയുന്നുണ്ട്. ഒരു ജോലിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ സിനിമാ രംഗത്ത് ഒരു സ്ത്രീക്കും ഒരു പുരുഷനും വ്യത്യസ്തപരമായ രീതിയിലാണ് വേതനം ലഭിക്കുന്നത് പോലും. അതുമാത്രമല്ല സ്ത്രീകൾക്ക് ആവശ്യാനുസരണമുള്ള ശുചിമുറികൾ പോലും ഇവിടെ പലയിടങ്ങളിലും ലഭിക്കാറില്ല. എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് ഇവിടെ പ്രതികരിച്ചാൽ പോലും അത് അവർക്കൊരു വിലക്കായി ഏർപ്പെടുത്തുകയും അവരെ സിനിമയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഒരു നടിയോട് നിനക്ക് ഇന്ന റോൾ വേണമെങ്കിൽ നീ ഇന്നാളുടെ കൂടെ കോംപ്രമൈസ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വരെ പറയാറുണ്ട്. അതും പച്ചയ്ക്ക് ഇവർ തുറന്നടിച്ച് പറയുമെന്ന് വരെ ഈ റിപ്പോർട്ട് വ്യക്തമായി പറയുന്നുണ്ട്. പലരുടെയും മൊഴി പ്രകാരം ഇതിൽ പറയുന്നത് സിനിമാ ലൊക്കേഷനുകളിൽ കൂടുതലായും ഡ്രഗ്സിൻ്റെ ഉപയോഗമുണ്ട് എന്നും പല സ്ത്രീകളും അല്ലെങ്കിൽ പല നടിമാരും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്.
അത് മാത്രമല്ലാതെ ഒരു ടോയ്ലറ്റ് പോലും ആവശ്യാനുസരണം സ്ത്രീകൾക്ക് ലഭിക്കാറില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എല്ലാ കാര്യങ്ങൾക്കും ഒരു ഏജൻറ് ഉണ്ടാവും. അതായത് പണം ഇടപാടുകൾക്കായാലും മറ്റു കാര്യങ്ങൾക്കായാലും ഏജൻറ്റുകൾ ഉണ്ടാകും. പണം ഇടപാടിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും മറ്റുമായി ഈ ഏജൻറ്റുമാർ പണം വാങ്ങിക്കൊണ്ട് തുച്ഛമായ ഒരു പണം മാത്രമാണ് ഇവരുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. കൂടാതെ നോക്കുകയാണെങ്കിൽ പല സ്ത്രീകളുടെയും അടുത്ത് മറ്റു നടന്മാർക്കൊരു താല്പര്യം തോന്നുമ്പോൾ തന്നെ അവരുടെ ഏജൻറ്റുകൾ വന്നുകൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഭീഷണിപ്പെടുത്തുകയും വരാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് വരെ ഇവിടെ പതിവാണെന്ന് പോലും പലരുടെയും മൊഴിയിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും എല്ലാവരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ടല്ല പറയുന്നത്. കാരണം നമ്മൾ ഈ സിനിമാ രംഗം എന്നല്ല ഏതൊരു രംഗം എടുത്ത് നോക്കിയാലും ആ ഒരു മേഖലയിൽ നല്ലവരും അതുപോലെ തന്നെ ആട്ടിൻ തോലെ അണിഞ്ഞ ചെന്നായ്ക്കൾ എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ള ആളുകളും തീർച്ചയായും ഉണ്ടാകും. എന്നാൽ ഇത്തരത്തിലുള്ള നല്ല ആളുകളുടെ പേര് കളയാൻ പോലും അവർക്ക് സാധിക്കും. അതായത് ആ ഒരു മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു സിനിമാ രംഗത്ത് നടക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി തന്നെ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. എന്നാൽ ഇവിടെയും നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതേ സമയത്ത് പല സ്ത്രീകളും ഇതിനെതിരെ ചെറുത്തു നിൽക്കുകയും അവർക്ക് ഒരുപാട് അപമാനം നേരിടേണ്ടി വരികയും ചെയ്യുമ്പോൾ തന്നെ പല സ്ത്രീകളും ഇവരുടെ നേട്ടങ്ങൾക്കായി അല്ലെങ്കിൽ നിന്നെ ഞാൻ നടിയാകാം, നീ ഇങ്ങനെ ചെയ്താൽ മതി, കോംപ്രമൈസ് ചെയ്യൂ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറയുമ്പോൾ അതിന് വഴങ്ങി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു നടി ഒരു കാര്യത്തിന് വഴങ്ങി കൊടുക്കുമ്പോൾ മറ്റു നടിമാരും അത്തരത്തിൽ വഴങ്ങും അല്ലെങ്കിൽ വഴങ്ങണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ആ ഒരു കാര്യം വളരെ മോശമാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെയെല്ലാം നടിമാർ ഒറ്റക്കെട്ടായി നിന്ന് തന്നെ പ്രതികരിക്കും അല്ലെങ്കിൽ പ്രതിഷേധിക്കുമെന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.